ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുള്ളത് ഷേക്സ്പിയർ ഫീസ്റ്റിൻ്റെ അവിടെയാട്ടും. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ വന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാട്ടും. അപ്പം ഞങ്ങൾ രാത്രി അവിടുത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു വീടാണ്. അപ്പം അതിനവരിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ആക്കി എടുത്തതാട്ടോ. അപ്പം അതിൻ്റെ ഇത് നമുക്ക് കയറുന്ന മുന്നേ തന്നെ ഇവിടെ കുറേ ഇങ്ങനെ 2 ചാരിക്കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നീഡ് മണി ഫോർ പോഷ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജോക്ക് പോലെയൊക്കെയാണ് അവർ എഴുതിക്കണേ. പിന്നെ നമ്മളിങ്ങനത്തെ സിനിമ ഷൂട്ടിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ആക്ഷൻ എന്ന് പറയുന്ന സാധനം, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നു, അവിടെ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിൽ ഫോട്ടോസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വലിയ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ നേരത്തെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാ ടേബിൾസും ഫില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ഇങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ടേബിളായിട്ട് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു വേറെ ആൾക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളവിടെ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർമെലൺ ജ്യൂസ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കിട്ടും കേട്ടോ. അവർ നമുക്കിങ്ങനെ കയറുമ്പോൾ തന്നെ അവർ തരും അവർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടേബിൾ മാറി. അപ്പം ഞങ്ങൾ മേടിച്ചതും ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ മിക്സ്ഡ് ന്യൂഡിൽസ്, പിന്നെ ഒരു ഏതോ ചിക്കൻ കറി മേടിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല കേട്ടോ അത്. പിന്നെ നമ്മൾ ഒരു ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുകളൊക്കെ കഴിക്കാൻ വേണ്ടി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇതെല്ലാം ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോയതാട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ലൈബ്രറി ഉണ്ട്, തിയേറ്റർ ഉണ്ട്, കഫേ ഉണ്ട്. അതൊക്കെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉള്ള ഒരു സ്ഥലമാട്ടോ. അപ്പോൾ നമ്മുടെ നേരെ മുന്നിലുള്ള ലൈബ്രറി ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റോറി ബുക്കുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആരെങ്കിലും ഒപ്പം വന്നിട്ട് നമുക്ക് ടീ ഒക്കെ ബുക്സിൻ്റെ കൂടെ ഒക്കെ നമുക്കിങ്ങനെ വായിച്ചിട്ട് ഇരിക്കട്ടോ. അത് നല്ല രസമാട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ സിനിമ പടത്തിൻ്റെ ഇതുകൾ വെച്ചിട്ടുണ്ട്. കുറേ പണ്ടത്തെ സിനിമകളൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട്. ടൈറ്റാനിക്, ഇത് പിന്നെ കുറേ സിനിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. നമുക്ക് കണ്ടറിയാം ഇതെല്ലാം പണ്ടത്തെ ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടി. മോഹൻലാലും അവരൊക്കെ കാണാൻ വേണ്ടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ടത് ടൈറ്റാനിക് ആണ് കേട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മല കയറി. അപ്പോൾ അവിടെ ഒരു ക്രിയേറ്റീവ് ലൗഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്കിങ്ങനെ ചില്ലടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഇവിടെ അപ്പം നിറച്ചിങ്ങനെ ബീൻ ബാഗുകളൊക്കെ അങ്ങനത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ടേബിളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിരിച്ച് കളിച്ച് ഇതൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഇത് സെക്കൻഡ് ലെവലിലാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിലിരിക്കാൻ വേണ്ടി. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിരിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളവിടേക്ക് ട്രൈ ചെയ്യാൻ വന്നതാട്ടോ. ഞങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഞങ്ങൾ പിന്നെ ജസ്റ്റ് ചുറ്റി ഇറങ്ങിയതാട്ടോ. അപ്പം ഞാനൊരു പ്രാവശ്യം കൂടിയും അതിലേക്ക് ഇങ്ങനെ ചാടിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാൻ വേണ്ടി. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റേജ് പോലെ നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ അവിടുത്തെ ഒരാൾ പറഞ്ഞത് നാളെ നമുക്ക് DJ പാർട്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളന്ന് പോയൊന്നുമില്ല, നമുക്ക് DJ പാർട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഇവിടെ ആയിരിക്കും DJ പാർട്ടി ഉണ്ടാവുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാൻസ് ഹിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആയിരിക്കും DJ പാർട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ പുറത്ത് ഔട്ട്ഡോർ ഡൈനിങ് അതുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പുറത്ത് മാത്രം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല, ഉള്ളിലായിരുന്നു ആൾക്കാരൊക്കെ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് പുറത്തിവിടെ കുഞ്ഞൊരു ഹട്ട് പോലെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കണ പോലെ കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് JJ ക്ലാസിക് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അവിടെയാണ്, തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാട്ടോ. പിന്നെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് അവിടെയൊക്കെ വരുന്നതാട്ടോ. ഇവിടെ ഈ ഗാന്ധിജിയുടെ ഇത് കണ്ടില്ലേ, അവിടെയൊക്കെ ആയിട്ടാട്ടോ ഇത് വരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.